ഒരു പാട്ടുണ്ട്, അടിപൊളി പാട്ടാണ്, സൂപ്പർ പടമാണ്. പടം നല്ലൊരു മെസ്സേജ് ഉണ്ട്, നല്ലൊരു മെസ്സേജാണ്. ഒരുപാട് കാലഘട്ടം പുറകിലോട്ട് പോകുമ്പോഴേ തോട്ടത്തൊഴിലാളികളുടെ ലയങ്ങളിൽ കൊണ്ടുവന്ന് പണിയെടുപ്പിച്ചിട്ട് അവരെ ചൂഷണം ചെയ്യുന്നതാണ് ഈ പടത്തിൻ്റെ മെസ്സേജ്. പിന്നെ ഒരു കൊലക്കേസ് ഭംഗ പടം കാണണം, കണ്ടാലേ മനസ്സിലാവും. കുറച്ച് നാൾക്ക് ശേഷം നല്ലൊരു സിനിമ കണ്ടതിൻ്റെ ഒരു അനുഭവമാണ്. കുഴപ്പമില്ല, നല്ല ഡയറക്ഷനൊക്കെ നന്നായിട്ട് പിടിച്ചിരുത്തണ്ട. നമ്മൾ സിനിമയുടെ കൂടെ ട്രാവൽ ചെയ്തിട്ട് വരികയാണ്. അത് നമ്മൾ സിനിമ കണ്ടിരിക്കുന്ന ആയിട്ട് തോന്നില്ല, നമ്മൾ ടോട്ടലി അതിൻ്റെ കൂടെ ട്രാവലിലായിരുന്നു. ഇപ്പോഴും ആ ഒരു ഇത് മാറിയിട്ടില്ല കണ്ടതിൻ്റെ ഒരു ഫീൽ. ഒരു 1-2 ദിവസത്തിന് മുമ്പ് ചെയ്തതായതുകൊണ്ടേ ഞാൻ ശരിക്കും പല സീൻസുകളൊക്കെ ഇത്രത്തോളം ഇമോഷണലി വരുമെന്നോ അല്ലെങ്കിൽ ആകുന്ന ഒരു സിനിമ ആകുമെന്ന് വിചാരിച്ചില്ലായിരുന്നു. ഇപ്പോൾ പിടിവിട്ടുപോയി, എൻ്റെ തന്നെ പിടിവിട്ടുപോയി. വളരെ സന്തോഷം. ഒത്തിരി ഇങ്ങനെ ഒരു സിനിമ ചെയ്യാൻ പറ്റി, അല്ലെങ്കിൽ ഇതിനകത്ത് ഇങ്ങനെ ഒരു സത്യം എന്ന് പറഞ്ഞൊരു കഥാപാത്രത്തെ അവതരിപ്പിക്കാൻ. അതെനിക്ക് ഒരു കുഞ്ഞു സിനിമയാണ്, പക്ഷേ ഗംഭീര പടമാണ്. എല്ലാവരും ഒരു കറതീർന്ന നല്ല സിനിമയാണ്, ഒരു ക്രൈം ത്രില്ലറാണ്. നിങ്ങൾ ദൈവത്തെ ഓർത്ത് എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണുന്നത്, പ്രോത്സാഹിപ്പിക്കണം. ഞങ്ങൾക്ക് അല്ലെങ്കിൽ മുന്നോട്ട് ജീവിച്ചു പോകാനൊക്കെ ഇല്ല, ഇതുപോലുള്ള സിനിമകൾ പിന്നെ എന്താ പറയുക, ഈ ഒഴിവാക്കപ്പെടരുത്. അതാണ് എൻ്റെ എങ്ങനെയെങ്കിലും നിങ്ങളൊരു സിനിമ കാണണം, പ്ലീസ് തിയേറ്ററിൽ വന്ന് തന്നെ കാണണം. അതാണ് എനിക്ക് പറയാനുള്ളത്. നല്ല പടം പറയാണ്. കണ്ടവരെല്ലാം കണ്ണീരോടെ പോയിട്ടുള്ളത്. നല്ല പടം, സൂപ്പർ. സ്പീച്ച്ലെസ് ആണ് ഞാൻ. എന്ന് വെച്ചാൽ സിനിമ നമ്മൾ ആദ്യം മുതൽ തുടങ്ങുമ്പോൾ തന്നെ ഒന്നാമത്തെ കാര്യം അഭിനയം. മിസ്റ്റർ പ്രമോദ് വെളിനോടിൻ്റെ അദ്ദേഹത്തിൻ്റെ അഭിനയം ഗംഭീരമാണ്. എക്സ്പ്രഷൻസ് അടിപൊളി, സെറ്റിങ്സ് അടിപൊളി, സിനിമാറ്റോഗ്രാഫി ഒന്നും പറയില്ല. അപ്പോൾ ഇതെല്ലാം ഒത്തുചേർന്ന് ഡിറക്ഷൻ സൂപ്പർ പുള്ളി. അരുൺ ജെ മോഹൻ്റെ ആദ്യത്തെ സിനിമ. കേരള സർക്കാരിനും കേരള സ്റ്റേറ്റ് ഫിലിം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷനും അദ്ദേഹത്തിന് നൽകിയ പിന്തുണയും ഉഗ്രൻ സിനിമ. അദ്ദേഹത്തിന് ഇനി വേറൊരു സിനിമ എല്ലാവർക്കും സ്ക്രിപ്റ്റൊക്കെ എല്ലാം എഴുതി കഴിഞ്ഞിരിക്കുന്നു എന്ന് കേൾക്കുന്നുണ്ട്. ആ സിനിമയും നല്ല രീതിയിൽ വരട്ടെ എന്ന് ആശംസിക്കുന്നു. സൂപ്പർ പൊളി. ഞാൻ കണ്ടിട്ട് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. നമ്മുടെ സിനിമയിൽ നമുക്ക് ശകലം പോലും ബോറടി തോന്നില്ല. ഒരു നവാഗത സംവിധായകൻ എന്ന നിലയിൽ എനിക്കൊന്നും ആരും നല്ലൊരു ജോലി ചെയ്തിട്ടുണ്ട്. പിന്നെ മെയിൻ നടനായിട്ടുള്ള നമ്മുടെ പ്രമോദ്, അതിൻ്റെ അഭിനയം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. പല തലങ്ങളിലുള്ളതാണ്. ഞാൻ സ്റ്റോറി വെളിപ്പെടുത്തുന്നു എന്നെനിക്കറിയില്ല, എന്നാലും പല തലത്തിലുള്ള അഭിനയം നല്ല മികച്ചതായിട്ട് ആണ് എനിക്ക് തോന്നിയത്. ഈച്ച് ആൻഡ് എവറി ആക്ടർ നല്ല പെർഫോമൻസാണ് കാഴ്ചവെച്ചിരിക്കുന്നത്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അടിമ അനുഭവിച്ച ആൾക്കാരുടെ പ്രമേയം ഇതിനു മുമ്പും ഉണ്ടായിട്ടുണ്ട്, പക്ഷേ അതിനേക്കാളൊക്കെ വ്യത്യസ്തമായിട്ട് ഈ പ്രമേയം വളരെ നല്ലതായിട്ട് അത് കൊണ്ടുപോയിട്ടുണ്ട്. തുടക്കം മുതൽ അവസാനം വരെ നല്ല ഫ്ലോ ആണ്. ഒരു ബോറിങ് എങ്ങും വന്നിട്ടില്ല. ഒരു നവാഗത സംവിധാനം എന്ന നിലയിൽ അരുൺ ജെ മോഹൻ്റെ കഴിവ് അംഗീകരിച്ചേക്കുള്ളൂ. അതുപോലെ തന്നെ ഇതിനകത്ത് നായകനായ നടൻ ഒരു സ്റ്റേറ്റ് അവാർഡിന് അർഹിക്കുന്ന രീതിയിലുള്ള എല്ലാ പ്രകടനങ്ങളും കാഴ്ചവെച്ചിട്ടുണ്ട്. നല്ലൊരു സിനിമയാണ്. ഇറ്റ്സ് എ ഗ്രേറ്റ് ഇനിഷ്യേറ്റീവ് ബൈ ദ കേരള ഗവൺമെൻറ്. നവാഗത സംവിധായകർക്ക് ചാൻസ് കൊടുക്കാനും. ആൻഡ് ഫിലിം കണ്ട ശേഷം ഇറ്റ് ഡസൻ ഫീൽ ലൈക്ക് ഒരു ഡെബ്യൂ പ്രോജക്റ്റാണ്. ആൻഡ് അഭിനയം മെയിൻ പ്രോട്ടഗനിസ്റ്റായ ഒരു മിസ്റ്റർ പ്രമോദ്, ഹിസ് ആക്ടിങ് വാസ് ഫിനോമിനൽ ആൻഡ് മൂവി ഓവർ വാസ് വെരി ഗുഡ്. ഇങ്ങനെ നല്ല ചാൻസസ് ഇനി ഉണ്ടാകട്ടെ എന്ന് ഐ വിഷ് ദാറ്റ് യു ഓൾ. ഒരുപാട് ടച്ച് ചെയ്തു. സെക്കൻഡ് ഹാഫൊക്കെ പ്രമോദൻ്റെ അഭിനയം ഭയങ്കര രസമായിരുന്നു കാണാൻ. നല്ല സിനിമയായിരുന്നു. ഒരുപാട് പക്ഷിയോട് പറയാനുള്ളത്, ഇതൊരു വളരെ ചെറിയ സിനിമയാണ്, എന്നാലൊരു രാഷ്ട്രീയം വ്യക്തമായിട്ട് സംസാരിക്കുന്ന ഒരു സിനിമയാണ്. ഒരു ക്രൈം ഡ്രാമ ജോണറിലാണിത് ചെയ്തിരിക്കുന്നത്. പക്ഷേ അതിനകത്തൊരു രാഷ്ട്രീയം പറയുന്നുണ്ട്. അപ്പോൾ ഇത് KSRTCയുടെ പ്രൊഡക്ഷനിലുള്ളൊരു സിനിമയാണ്. നമ്മൾ ചെറിയ ബഡ്ജറ്റിൽ, എന്നാൽ ആ പരിമിതികൾ അറിയാത്തുള്ള രീതിയിലാണ് നമ്മൾ ഷൂട്ട് ചെയ്തിരിക്കുന്നത്. പ്രമോദ് വെളിനാട്, രാഹുൽ രാജഗോപാൽ, രാജേഷ് ശർമ്മ തുടങ്ങിയ ആർട്ടിസ്റ്റുകളാണ് എല്ലാം അഭിനയിച്ചിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ആദ്യത്തെ ഷോ കഴിഞ്ഞ് കണ്ടവരൊക്കെ നല്ല അഭിപ്രായമാണ് പറഞ്ഞത്. പ്രമോദൻ്റെ എല്ലാവരുടെയൊക്കെ പെർഫോമൻസിനെ പറ്റിയിട്ട് എല്ലാവരും നല്ല അഭിപ്രായം പറയുന്നുണ്ട്. അപ്പോൾ അതിന് സന്തോഷമാണ്. അപ്പോൾ നിങ്ങൾക്കും കണ്ടാൽ ഇഷ്ടപ്പെടും എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ പോയി കാണുക എന്നാണ് പറയാനുള്ളത്. നല്ലൊരു മെസ്സേജ്. നമ്മളൊരു രാഷ്ട്രീയം, അതായത് കാസ്റ്റ് പൊളിറ്റിക്സ് സംസാരിക്കുന്നുണ്ട്. നമ്മൾ ക്രൈം ഡ്രാമ ആണെങ്കിലും അതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ കാസ്റ്റ് പൊളിറ്റിക്സിനെ പറ്റി സംസാരിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഒരു 3 കാലഘട്ടത്തിലൂടെ പോകുന്നൊരു സിനിമയാണ്. അപ്പം അങ്ങനെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്.